Hey guys! അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ ഇട്ട പോലെ തന്നെ നമ്മൾ പെഡിക്യൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നോട് ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെഡിക്യൂർ വീഡിയോ ചെയ്യുകയോ ചോദിച്ചത്. അപ്പോൾ നമ്മളിന്ന് പെഡിക്യൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറി തന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കണും ഷെയറും സപ്പോർട്ടും എല്ലാം കമന്റും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണേ. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പെഡിക്യൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സൂപ്പർ റിസൾട്ട് എന്ന് വെച്ചാൽ സൂപ്പർ റിസൾട്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ കാണാൻ ഒക്കും. അടിപൊളി റിസൾട്ടാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിന് അത്യാവശ്യം വേണ്ടത് ചൂടുവെള്ളമാണ്. നമ്മുടെ കാല് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള രീതിയിൽ ചൂടുവെള്ളം. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മുടെ സോഡപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഷാമ്പു, നമുക്കൊരു പാക്കറ്റ് ഷാമ്പു ഉണ്ടല്ലോ, അതായാലും മതി. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഒന്ന് പത വരുന്ന രീതിയിൽ, വെള്ളം തണുത്ത് പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ റോസ് വാട്ടറാണ്. അത് ഞാൻ ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാലൊന്ന് മുക്കി കുതിരാൻ വെക്കുക. കുതിർന്ന് വന്നതിന് ശേഷം നമ്മൾ ആ ബ്രഷ് ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡെഡ് സ്കിൻ എവിടെയായിട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ, അഴുക്ക് എവിടെയായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നന്നായിട്ട് ഉരച്ചരച്ച് നന്നായിട്ട് അഴുക്ക് ചളി പോകുന്ന രീതിയിൽ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഞാനിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് പെട്ടെന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ കൊലുസ് ഊരി വെച്ചിട്ടില്ല. നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടത് കാരണം നമ്മുടെ കൊലുസിനൊന്നും പറ്റരുതല്ലോ. അതുകൊണ്ട് ഞാൻ കൊലുസ് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോയ്ക്ക് അതിൽ കൊലുസില്ലാതെ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മാക്സിമം കാലിലുള്ള അഴുക്ക് ചളി മൊത്തം ഈ ഒരൊറ്റ വാഷിലൂടെ നമ്മൾ പോയി കഴിയും. പിന്നെ നമ്മൾ മാസ്ക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ക്ലീൻ ആയിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നഖമെല്ലാം, നമ്മുടെ നെയിൽസ് എല്ലാം, എനിക്ക് എൻ്റെ കാലിൽ പൊതുവേ നഖം ഞാൻ എപ്പോഴും വളർത്തുന്നതാണ്. അപ്പോൾ നെയിൽസ് എല്ലാം നമ്മൾ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. അപ്പം ഒരേ ലെവലിൽ ഞാൻ നഖമെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി നെയിൽ പോളിഷും കൂടി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പുതിയ നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാലിന് കുറച്ചുകൂടെ ഭംഗിയാകും. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ എൻ്റെ കാലിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നമുക്കിത് ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ നഖമെല്ലാം വെട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടോ ചെയ്യുമ്പോൾ മുറി, അതുകൊണ്ട് നഖം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിൽ പോളിഷും കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നഖത്തിലുള്ള അഴുക്കുകൾ, നമ്മൾ ഇത്രയും നേരം കാലിലുള്ള എല്ലാം സ്ക്രബ് ചെയ്ത് കളഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മുടെ നഖത്തിലുള്ള അഴുക്കുകളെല്ലാം ഒന്ന് ബ്രഷ് ഇട്ട് സ്ക്രബ് ചെയ്ത്, അതായത് നെയിൽ പോളിഷിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതും പോകും. പിന്നെ നമ്മുടെ നഖത്തിൻ്റെ നോർമൽ കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ നഖവും കൂടെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടിക് ടാക്ക് സ്ലൈഡ് വെച്ച് നഖത്തിൻ്റെ അകത്ത് നമ്മുടെ, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളോട്ട് തിങ്ങിയിരിക്കുന്ന അഴുക്കുകളെല്ലാം ആ ടിക് ടാക്ക് സ്ലൈഡ് വെച്ച് ഞാൻ എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നെയിൽ കട്ടർ വെച്ച് തന്നെ, നെയിൽ കട്ടറിനകത്തിലുണ്ടല്ലോ നമുക്കിങ്ങനെ ചെയ്യാം. എനിക്ക് അതിനൊക്കെ കുറച്ചുകൂടെ എളുപ്പം ഈ സ്ലൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയിൽ കട്ടർ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ സംഭവം വെച്ച് നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് വരും. ഈ സ്ലൈഡ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോഴത്തേന് അഴുക്കെല്ലാം പെട്ടെന്ന് വരുന്നത് പോലെ തോന്നുന്നത്. സ്ക്രബിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടത് കാലിനൊരു മാസ്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനാവശ്യം ഒരു സ്പൂൺ റവ, 1-2 സ്പൂൺ റവ. പിന്നെ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ആവശ്യം. അപ്പോൾ അത് ഞാൻ ഒരു പാരച്യൂട്ടിൻ്റെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാസലിൻ്റെ ജെല്ലാണ് വേണ്ടത്. വാസലിൻ്റെ ജെല്ല് ഞാൻ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങാനീരും. അപ്പോൾ ഇതെല്ലാം ഒരു മുറി നാരങ്ങാനീരും കൂടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി, അതായത് നമ്മൾ ഈ വാസലിൻ്റെ ജെല്ലും ഈ വെളിച്ചെണ്ണയും കൂടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാലിന് നല്ല സ്മൂത്തനിങ് കിട്ടും. അപ്പോൾ ആ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കാലിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അതിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എൻ്റെ കാലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്കിൻ ടോൺ ആണ്. എൻ്റെ ഒരു കാലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞാനൊന്ന് വീണത്, ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എൻ്റെ ആ ഒരു കാലിന് നല്ല മുറിവ് പറ്റിയതുകൊണ്ട് അതിൻ്റെ സ്കിന്നിനൊക്കെ ഒരു കളർ വ്യത്യാസമുണ്ട്. ഒരു കാലിന് നോർമൽ കളറുമാണ്. അപ്പോൾ ഞാൻ 2 കാലിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്ത് നമുക്കൊരു 10-20 മിനിറ്റോളം, 10-15 മിനിറ്റോളം നമ്മൾ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കാലിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ലെയർ മാറി പുതിയൊരു ലെയർ, അതായത് കുറച്ചുകൂടെ നമ്മൾ കാലിനൊരു ആ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്നൊന്ന് ബ്രൈറ്റായി കിട്ടും.
ഇനി നമുക്ക് കാല് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മാസ്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫൈനലാണ്. ഈ മാസ്ക് കൂടെ കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആവും. അപ്പോൾ നമുക്ക് അതിനാവശ്യമായത് ഒരു സ്പൂണോളം കാപ്പിപ്പൊടിയാണ്. പിന്നെ അതിലോട്ട് ഒരു 2 സ്പൂണോളം തൈര്, പിന്നെ ഒരു തക്കാളി, ഒരു മുറി തക്കാളിയുടെ നീരും, പിന്നെ ഒരു നാരങ്ങാ നീരും, ഒരു മുറി ബാക്കി നമ്മൾ മുറിച്ച് വെച്ചതിൻ്റെ ആ ഒരു മുറി നാരങ്ങാ നീരും, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മാസ്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും നല്ല കളർ കിട്ടാനും വേണ്ടിയാണ്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ നാരങ്ങയുടെ ആ ഞെക്കിയ നീരിൻ്റെ ആ ഇത് തോട് വെച്ച് നമുക്ക് നന്നായിട്ട് കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതും അപ്ലൈ ചെയ്ത് ഒരു 10-20 മിനിറ്റോളം നമ്മൾ ഇരുന്ന് കഴിയുമ്പം നന്നായിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നഖത്തേലാവാതെ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ നഖത്തേലായി കഴിഞ്ഞാൽ കളർ പോകത്തില്ല. നമ്മൾ നഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ കളർ നഖത്തെ പിടിച്ച് കഴിഞ്ഞാൽ മാറത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കാണിക്കുന്നത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ എൻ്റെ കാലിൽ നോക്കൂ, നന്നായിട്ട് അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഇല്ലാതെ ഇരുന്നെടുത്തോണ്ട് പിന്നെ നമുക്കൊന്നുകൂടെ ബ്രൈറ്റ് ആകാൻ വേണ്ടി, നമുക്കൊന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. എൻ്റെ ഇത്രയും ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് നെയിൽ പോളിഷാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എനിക്കെന്തോ എൻ്റെ കാലിൽ കിടന്ന നെയിൽ പോളിഷ് തന്നെയാണ് ഞാനിപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നെയിൽ പോളിഷും കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത്രയും നേരം വീഡിയോ എടുത്തതെല്ലാം ലൈറ്റ് ഇട്ടുകൊണ്ടായിരുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എല്ലാം ഞാൻ ലൈറ്റ് ഇടാതെ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കാല് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വ്യത്യാസം അറിയുന്നത് ഇപ്പോൾ ഉടനെ അറിയുമല്ലോ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് അറിയാൻ നോക്കും. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. എൻ്റെ കാലിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.